അപ്പോഴേ ഇന്നുണ്ടല്ലോ വൈകിട്ട് അഭിത്തേട്ടൻ കുറച്ച് മീനൊക്കെ ആയിട്ട് വന്നേ. വളരെ എളുപ്പം ചെതുമ്പൽ പോകുന്ന മീനായിരുന്നു, കിളിമീൻ. ഒറ്റ തോണ്ടിയ നെറുകന്തല വരെ ചെതുമ്പൽ തെറിക്കുന്ന മീൻ. നന്നായിട്ട് ചെതുമ്പൽ തെറിക്കുന്ന മീനായതുകൊണ്ട് ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടേക്കണതായതുകൊണ്ടും ഞാനിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കേട്ടോ. കുറച്ച് നേരം മീൻ പുറത്തിരിക്കേണ്ടി വന്നു. ഞങ്ങൾ അപ്പുറം ഇപ്പുറയൊക്കെ പോയി വർത്താനവും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം പുറത്തിരിക്കേണ്ടി വന്നുകൊണ്ട് ചെറിയൊരു സ്മെല്ല് വ്യത്യാസമുണ്ട് മീനിന്. രാത്രി കൂട്ടിന് പൂച്ചമ്മകളും ഉണ്ടാകുന്ന ഓർത്താണ് മുറ്റത്തേക്ക് ഇരുന്നത്. പക്ഷേ എൻ്റെ കണക്കൂട്ടിലൊക്കെ തെറ്റി ഒരൊറ്റ പൂച്ചമ്മകളെ കണ്ടില്ല. അല്ലെങ്കിൽ നേരം വെളുത്താൽ പെരയ്ക്ക് ചുറ്റും പൂച്ചമ്മകളായിരിക്കും. പക്ഷെ ഇപ്പം എന്താ ഒരെണ്ണത്തിന് പോലും മരുന്നിന് കണ്ടില്ല. അങ്ങനെ ഞാൻ എൻ്റെ തലമുടിയൊക്കെ വാരി കെട്ടി. ഈ തലേ ക്ലിപ്പ് കാണുമ്പോൾ എനിക്ക് എപ്പോഴും ചെമ്പരത്തിപ്പൂ പോലെയാണ് തോന്നണത്. തലയ്ക്ക് ശകലം വട്ടം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ മീനൊക്കെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. അകത്തെ ടാപ്പിൽ വന്ന് മീനൊക്കെ നന്നായിട്ട് കഴുകിയെടുത്ത് കുഞ്ഞു മീനുകളൊക്കെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി. കുഞ്ഞുമീൻ മുറിക്കാതെ കറി വെക്കാനാണ്. വലിയ മീൻ വറുക്കാനും എടുക്കാം. അങ്ങനെ കറി വെക്കാനുള്ള മീനിനകത്തേക്ക് നിറയെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അങ്ങ് കീറിയിട്ടേ അതിൻ്റെ കൂടെ തന്നെ കയ്യോടെ നമ്മുടെ വറക്കാനുള്ള മീനിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ അങ്ങ് തിരുമ്മി വെച്ചു. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് അങ്ങ് കൈയും കൊണ്ട് തിരുമ്മി അങ്ങ് മാറ്റി വെച്ചു. കുരാന്ന് വരഞ്ഞ് വെച്ച മീനാണേ. അപ്പോൾ അതിനകത്തേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടങ്ങ് കൈയും കൊണ്ടങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഡാമേജ് വന്ന മീനും കൂടെയായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി മസാല അങ്ങ് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തട്ടുകേടില്ലാതെ പൊക്കോളൂല്ലോ. അങ്ങനെ നമ്മുടെ കിളിമീൻ വരിയായിട്ട് എണ്ണയ്ക്കകത്തേക്ക് അങ്ങ് ഇട്ടു കേട്ടോ. എണ്ണ ചൂടായിട്ടൊന്നും ഇല്ലായിരുന്നു, എന്നാലും ധൃതി കൂടിപ്പോയി. രാത്രിയല്ലേ, വിശക്കണൂന്നും പറഞ്ഞ് എല്ലാവരും ബഹളമായിരുന്നു. അപ്പോൾ എണ്ണ ചൂടാവാനൊന്നും നിന്നില്ല. പെടപ്പെടാന്ന് നല്ല അടുക്കി അങ്ങ് മീനങ്ങ് നിരത്തി അങ്ങ് വെച്ചു. ബാക്കി വന്ന മസാലയും കൂടെ അതിൻ്റെ പുറത്തേക്ക് അങ്ങ് തേച്ചങ്ങ് കൊടുത്തു. ഇപ്പോൾ കറക്റ്റായി. അങ്ങനെ എൻ്റെ മീൻകറിയൊക്കെ തിളച്ചു. ഉപ്പൊക്കെ കൂടിയൊന്ന് നോക്കി. ശക്കലം കുറവുണ്ടായിരുന്നു. അപ്പോൾ പാകത്തിന് ശക്കല ഉപ്പ് പൊടിയും കൂടെ ആഡ് ചെയ്ത് നമ്മളങ്ങ് മൂടി വെച്ചു. എന്നിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ മുകളിലൂടെ ശക്കലം പച്ചവെളിച്ചെണ്ണ ഇങ്ങനെ ഇറ്റിച്ചങ്ങ് കൊടുത്തു. അപ്പോൾ ആ പച്ചവെളിച്ചെണ്ണ ഇങ്ങനെ നല്ല സ്മെല്ലാണ് കേട്ടോ. എന്നിട്ടങ്ങ് അടച്ചു വെച്ചിട്ടങ്ങ് തുറക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ കയ്യോടെ പോയിന്ന് മേലൊക്കെ കഴുകിട്ടോ. എന്നിട്ട് എല്ലാവർക്കും ചോറ് കൂടെ നല്ല മീൻ കറിയും മീൻ വറുത്തതും കോവയ്ക്ക മെഴുക്ക് വരട്ടിയും രാവിലത്തെ കിഴങ്ങ് മെഴുക്ക് വരട്ടിയും ഒക്കെ ഉണ്ടായിരുന്നേ. കുരിപ്പിപ്പം പിഞ്ഞാണത്തിൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ ചാടാതിരിക്കാൻ വേണ്ടി പിഞ്ഞാണത്തിൽ കൊടുത്തിട്ട് അടിയിൽ ഞാനൊരു പാത്രം കൂടെ വെച്ച് കൊടുത്തതാണ് കേട്ടോ. അവിടെ ചാടിയാലും പാത്രത്തിൽ ചാടുകയുള്ളല്ലോ എന്നോർത്ത്. ഞാൻ നിലത്തിരിങ്ങനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ രണ്ടുപേരും എൻ്റെ കൂടെ അങ്ങ് നിലത്തിരുന്നു കേട്ടോ. ഞാൻ നാളത്തേക്കുള്ള കൂർക്കയൊക്കെ അരിഞ്ഞ് വെക്കുവാണ്. എനിക്ക് വലിയ ഇഷ്ടമായി. കുഞ്ഞ് കൂർക്ക ഇങ്ങനെ വെള്ളത്തിലിട്ട് കുതിർന്നിട്ട് അതിൻ്റെ തൊലി ഇങ്ങനെ പൊളിക്കണത് നല്ല രസമാണ്. എന്താ പറയുക, നല്ലൊരു ഇങ്ങനെ തൊലി ഇങ്ങനെ പൊളിഞ്ഞ് വീണ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നല്ലൊരു സുഖം കിട്ടും മനസ്സിന്. അതും പ്രത്യേകിച്ച് കുഞ്ഞ് കൂർക്കയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. എനിക്കിങ്ങനെ ഇരുന്ന് എന്തോരം ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ മടുക്കാതെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷേ കൂർക്ക കുതിർന്ന് വരണം. എന്നിട്ട് തൊലി പൊളിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റാണ്. തൊലി ഇങ്ങനെ പൊളിഞ്ഞ് വീണ കാണുമ്പോൾ. അയൽവക്കത്ത് കൂർക്ക ഉണ്ടെങ്കിൽ വരെ ഞാൻ നന്നാക്കി കൊടുക്കും. അങ്ങനത്തെ ആളാണ് ഞാൻ. ഒരു പ്രത്യേകതരം ജീവിതം. അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ സൈക്കോയാണെന്നാണ് തോന്നുന്നത്? എന്താണെങ്കിലും കമൻറ്റിൽ പറയണേ. അതുപോലെ കൂർക്ക നന്നാക്കാൻ ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനെന്താ ഇടയ്ക്കും പഠിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് കണ്ടില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരില്ലല്ലോ. അപ്പോൾ ബിഗ് ബോസൊക്കെ കണ്ട് കൂർക്കയൊക്കെ നന്നാക്കി പയ്യെ ഇരിക്കാൻ ഓർത്തു. ഇങ്ങനെ ഇരുന്ന് ഓരോരോ ജോലികൾ ചെയ്യുമ്പോൾ സമയം പോണത് അറിയില്ല. നമുക്ക് എൻജോയ് ചെയ്ത് ചെയ്യാനും പറ്റും. പിന്നെ ഞാൻ പുറത്ത് രാത്രിയിലത്തെ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു. അങ്ങനെ ഇന്നത്തെ അംഗം കഴിഞ്ഞു. അങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഞാനും കിടക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നു. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കൂലേ. ഡേ ഇൻ അവർ ലൈഫ്. മൈ ലൈഫ് അല്ല, അവർ ലൈഫ് എന്നായിരിക്കും വരുന്നത്. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ തോണ്ടിക്കൊണ്ട് അങ്ങനെ അങ്ങ് ഊഞ്ഞാലൊക്കെ ആടിയിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് കുഞ്ഞത് എൻ്റെ അടുത്ത് വന്ന് കിടക്കാൻ വേണ്ടിയൊക്കെയുള്ള തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. ഫോൺ നോക്കി ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ സമയം പോണത് അറിയത്തില്ല. നോക്കുകയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് യൂട്യൂബിൽ സംഭവമായിട്ടോ നോക്കണത്. യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയോ, എന്തൊക്കെയായി, വ്യൂവേഴ്സ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കും. 24 മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് നോക്കലാണ് എൻ്റെ പണി. കൂടിയോ ആൾക്കാർക്ക് ഇഷ്ടമാണോ ഈ ചിന്ത തന്നെ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, ഓക്കേ, സീ യു.